കൂട്ടുകാരെ സാരി ഉടുക്കുന്ന പ്രത്യേകത തന്നെയാണല്ലേ. അപ്പൊ ഞാൻ ഇന്നൊരു സാരി ഉടുത്തിട്ടുണ്ട്. പക്ഷെ മൂന്നാണി നമ്മുടെ പുറകുവശത്തില്ല, കണ്ട. അപ്പൊ അതെങ്ങനെയാണ് ഈ സാരി ഇതുപോലെ ഉടുത്തിയെന്നൊന്നും നമുക്ക് ഉടുക്കണത് എന്താണ് ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ. അപ്പൊ എല്ലാവരും ഒന്ന് ഫുള്ളായിട്ട് കാണുക. എന്നിട്ട് നമുക്ക് കല്യാണത്തിനോ എവിടെ പോകുമ്പോഴും സാരി ഇതുപോലെ ഉടുത്തു പോകാം. ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല, പെട്ടെന്ന് ഉടുത്ത് തീരും. പിന്നെ മൂന്നാണ് നമ്മ ഫ്രണ്ടിലോട്ടാണ് ഇടുന്നത്. അത് കൊണ്ടത് ഇതുപോലെ വലിച്ചു കുത്തണം. അപ്പൊ ശരിക്കും പറഞ്ഞാല് മൂന്നാണിയുമ്പോ ഒരുപാട് വർക്കൊക്കെ ഉള്ള സാരി ആയിരിക്കും. അത് കുറച്ച് വർക്കോട് ഈ സാരി ഉടുക്കാൻ തന്നെ ആരും സമ്മതിക്കൂല, ആർക്കും ഇഷ്ടമല്ല ഈ കളർ. അതുകൊണ്ട് ഞാൻ ഉടുത്തിട്ടേ ഇല്ല. ഇപ്പൊ ആദ്യമായിട്ട് ഇങ്ങനെ നിങ്ങൾ വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ ഒന്ന് ഉടുത്തെന്ന് മാത്രം. കുറേ നാളായി എൻ്റെ കയ്യിൽ ഈ ഒരു സാരി ഇരിക്കണത്, കുറേ വർഷങ്ങളായി. 2 സാരി ഇരിപ്പുണ്ടങ്ങനെ. അപ്പൊ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പൊ നമുക്ക് പോവാം. ഈ സാരി എങ്ങനെ ഉടുക്കണം നോക്കാം. പോണ മുമ്പായിട്ട് ലൈക്ക്, ഷെയർ, കമന്റ്, സബ്സ്ക്രൈബ് മറന്നു പോകട്ടോ. വീഡിയോയിലോട്ട്. അപ്പൊ കൂട്ടുകാരെ, നമ്മള് ഈ ഒരു സാരിയായിട്ടാണ് ഉടുക്കണത്. അപ്പൊ ആവാട് ഉടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സാരി ഉടുക്കണ മാതിരി തന്നെ ഇപ്പൊ ഞാനിപ്പോ ഒരു ബനിയായിട്ട് കാണിക്കണം. നമുക്ക് ഫുള്ളായിട്ട് പിന്നെ കാണിക്കാട്ടാ. കുത്തണ പോലെ തന്നെ കുത്തി കറക്റ്റായിട്ട് ഇറക്കിയതിന് ശേഷം ഒന്ന് തിരിച്ചെടുക്കാം. കണ്ടോ? ഇനി നമ്മള് മൂന്നാണിയാണ് എടുക്കണത്. മൂന്നാണി എടുത്തിട്ട് ഫ്ലീറ്റ് ഇട്ട് കൊടുക്കണം. അതായത് കുഞ്ഞ് ഫ്ലീറ്റ് ഇട്ട് കൊടുക്കാം നമുക്ക്. കണ്ടോ? നമുക്ക് എത്ര ഫ്ലീറ്റ് വേണോ അതൊന്ന് ഇട്ട് കൊടുക്കാം. ഇതുപോലെ കുഞ്ഞു 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 ഫ്ലീറ്റ് ഇട്ട് കൊടുക്കുക. അപ്പൊ നമ്മള് ഫ്ലീറ്റ് എടുത്തു. കണ്ടോ? ഫ്ലീറ്റ് എടുത്തിട്ട് നമ്മൾ ആ ഫ്ലീറ്റ് നമ്മുടെ ബാക്കിൽ കൂടി കൊണ്ടുവന്ന് നമ്മുടെ ഫ്രണ്ടിലോട്ട് വെച്ചു. കണ്ടോ? നമുക്ക് ഇതിങ്ങനെ കറക്കി വരുമ്പോ കാണാൻ പറ്റണോ? ഇതുപോലെ ബാക്കിൽ, അതായത് ഇതുപോലെ കൊണ്ടുവന്നിട്ട് കണ്ട ഇങ്ങനെ കൊണ്ടുവന്ന് നമ്മൾ ഇവിടെ ഷോൾഡറിൽ വെച്ചിട്ട് ഇതിങ്ങനെ ഇട്ടു. കണ്ടോ? നമുക്കിത് കറക്കി ഇങ്ങനെ വരണം. അതിനുള്ള കിട്ടണം നമുക്ക് മൂന്നാണി. അപ്പൊ അതെന്ത് വേണം? നമ്മൾ അതനുസരിച്ചിട്ട് ഇറക്കി വെക്കുക. കണ്ടോ? അപ്പൊ നമ്മൾ ഇത് ഇറക്കി ഇനി നമുക്ക് ഇതൊന്ന് പിന്നെ കുത്തി ഷോൾഡറിൽ നമ്മുടെ ബ്ലൗസായിട്ടൊന്ന് കുത്തി എടുക്കണം. അപ്പൊ ഞാൻ ഇതുപോലെ ഒന്ന് കുത്തി എടുക്കണം കേട്ടാ. അപ്പൊ കറക്റ്റിന് കുത്തണം. എന്ന് പറയുമ്പോഴും ഇച്ചിരി പണിയുണ്ട്. കാരണം നമ്മള് ഇങ്ങനെയാണല്ലോ കുത്തണത്, അതുകൊണ്ടിട്ട് വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ കളർഫുൾ സംഭവം നല്ല ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. അപ്പൊ ഞാൻ ഫ്ലീറ്റൊക്കെ ഒപ്പോക്കി എടുത്തിട്ട് ഫ്ലീറ്റ് കുത്തണേ കേട്ടാ. കണ്ടോ? ഞാൻ ബനിയാത്തേലും നമ്മുടെ ഫ്ലീറ്റും കൂടെ കുത്തി. അപ്പൊ ഇത്ര ഒക്കെ ആയില്ലേ ഈ ഒരു സംഭവം ഉണ്ടല്ലോ. അപ്പൊ ഞാൻ ഈ ഫ്ലീറ്റില് പിന്നെ ഇങ്ങനെ അഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അഴിച്ചു കറക്റ്റ് ചെയ്യുക. കണ്ട? ഇതുപോലെ കറക്റ്റ് ചെയ്തിട്ട് ഇത് ബാക്കിലൂടെ കൊണ്ടുവരണം. കണ്ടോ? ബാക്കിലൂടെ നിങ്ങൾ നോക്കിക്ക്. കണ്ടോ? കൊണ്ടത് ഇതുപോലെ വെച്ചിട്ട് ഫ്ലീറ്റ് ഇടാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഫ്ലീറ്റ് ഇടുക, ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അപ്പൊ ഞാൻ ഇതുപോലെ വെച്ചിട്ട് ഇതിന്റെ അകത്തോട്ട്, ഇപ്പൊ ഞാൻ ഇതിന്റെ പുറത്താണ് കുത്തുന്നത്. ബ്ലൗസ് ഇടുമ്പോ അകത്ത് കുത്തിയെടുക്കാം കേട്ടാ. നല്ലോണം ശരിക്കും ഇച്ചിരി വലിയ പിന്നെടുക്കാം, എന്നിട്ട് കുത്താം. കണ്ടോ? കുത്തി ഇത്ര ഒക്കെ ആയില്ലേ. ഇനി നമ്മള് കണ്ടോ ഈ ഒരു സംഭവം? കണ്ടോ? ഇതിങ്ങനെ എടുക്കാം. എടുത്തിട്ട് നമ്മൾ എങ്ങനെയാണ് ഈ ഒരു സംഭവം ഇങ്ങനെ കിടക്കണം. ഇതുപോലെ കിടക്കും. നമുക്ക് ഇവിടെ തുടങ്ങിയുള്ള ഫ്ലീറ്റ് എടുക്കാം. എത്ര ഫ്ലീറ്റ് കിട്ടോ അത്രയും ഫ്ലീറ്റ് അങ്ങനെ എടുക്കുക. ഓറഞ്ച് കളർ സാരി ആയാലും എന്നെ കൊണ്ട് ഉടുപ്പിച്ചില്ല ആരും. പല ആൾക്കാരോടും ഞാൻ ചോദിച്ചു. എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഈ കളറും. പക്ഷെ എനിക്ക് ഈ ഒരു ഇതുണ്ടല്ലോ എംബ്രോയിഡറി കുത്തിക്കൊള്ളും, അതുകൊണ്ട് ചൊറിയും എനിക്ക്. അപ്പം എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്.
അതിനുശേഷം നമ്മൾ കണ്ടോ, ഇത് ഇങ്ങനെ തന്നെ ഞങ്ങൾ എടുത്ത് ഇവിടെ കുത്താം. അപ്പം നമ്മുടെ ഫ്ലീറ്റൊക്കെ ഒന്ന് കറക്റ്റ് നമ്മൾ എടുക്കാം. അപ്പൊ സാരിയിൽ കളറാകാൻ നമുക്ക് കേട്ടോ, നമ്മൾ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ഇതുപോലെ കൊടുത്തിട്ട് പോകാം. നോക്കൂ, ഈ ഒരു സംഭവം ഇതിലേക്ക് മാറ്റിയിട്ട് കറക്റ്റിന് പിടിച്ച് കുത്തിയെടുക്കാം. കണ്ടോ ഇങ്ങനെ കിടക്കണം. അത് കുത്തട്ടെ. അപ്പൊ അങ്ങനെ ഉണ്ട്, നോക്കിക്കേ. ഇതൊക്കെ ഉണ്ടോ, സൂപ്പർ അല്ലേ? അപ്പൊ നമുക്ക് ഇതൊന്ന് ഓക്കെ. എങ്ങനെയുണ്ട് നമ്മുടെ സാരി? അടിപൊളിയായില്ലേ? സാരി കൊണ്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് കളറാകാം എന്ന് കണ്ട. സാധാരണ മൂന്നാണി നമ്മ പുറകിലോട്ട് ഇടും, ഇത് മൂന്നാണ്ടി നമ്മ ഫ്രണ്ടിലോട്ട് ഇട്ട് ആ മൂന്നാണ്ടിയുടെ തുമ്പ് കൊണ്ടൊന്ന് വലിച്ച് ഇതുപോലെ ഫ്ലീറ്റ് ഇട്ടു. ഈ ഫ്ലീറ്റൊക്കെ നല്ല അടിപൊളിയായിട്ട് കിടപ്പില്ലേ? കണ്ടോ? അപ്പൊ എല്ലാവർക്കും മനസ്സിലായിട്ടില്ലേ? അപ്പൊ എല്ലാവരും ഇപ്പൊ നല്ലൊരു കല്യാണത്തിനൊക്കെ പോകുമ്പോ നമ്മുടെ സാരിയിൽ തന്നെ നമുക്ക് നല്ല കളറായിട്ട് പോകാൻ പറ്റും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ.